സേവ് യൂണിവേഴ്സിറ്റി ഫോറം അടക്കമുള്ള സംഘടനകൾക്ക് ഈ പറയുന്ന ഗവർണറുടെ നിലപാടുകളോട് വിയോജിപ്പില്ല ഈ പറയുന്ന കാര്യങ്ങളിലെങ്കിലും. അപ്പോൾ സർവകലാശാലയ്ക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്നത് എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. രണ്ട്, നവാസിൻ്റെ ചോദ്യം, നിങ്ങൾ ചുവപ്പ് ജേഴ്സിക്കാരും കാവി ജേഴ്സിക്കാരും തമ്മിൽ കളിക്കുന്നതിന് UDF എന്ത് പിഴച്ചു? യഥാർത്ഥത്തിൽ ഇതൊരു സർക്കാർ സ്പോൺസേഡ് കളി അല്ലേ എന്നുള്ളതാണ് ചോദ്യം. അല്ല, കേരളത്തിലെ സർവകലാശാലകൾ NIRF റാങ്കിൽ എത്ര സ്ഥാനം നിൽക്കുന്നു ഈ രണ്ട് ചേട്ടന്മാരും പറയുമോ? മഹാത്മാഗാന്ധി സർവകലാശാല, കേരള സർവകലാശാല, കുസാറ്റ്. കേരളത്തിലെ സർവകലാശാലകളിൽ ഈ വർഷം എത്ര സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു? ഞാൻ പറയട്ടെ കേരളത്തിലെ സർവകലാശാലകളിൽ എത്ര സീറ്റുകളാണ് ഈ വർഷം ഒഴിഞ്ഞു കിടക്കുന്നത്? നമ്മുടെ ചർച്ചയില് യുവരാജ് അതിന് മറുപടി അനിൽകുമാർ പറയും. അനിൽ പറഞ്ഞോളൂ, തുടർന്നോളൂ. ഇനി യുവരാജ് അല്ലല്ല, ഞാൻ ഈ ചർച്ചയിൽ മിണ്ടാതിരിക്കുകയായിരുന്നു. ഞാൻ ഈ ചർച്ചയിൽ മിണ്ടാതിരിക്കുകയായിരുന്നു. ഇവിടെ വന്നതിന് മറുപടി പറയുക തന്നെ ചെയ്യും. 9, 10, 11 കേരളത്തിലെ സർവകലാശാലകളുടെ റാങ്കിങ് എന്നുള്ള കാര്യം നിങ്ങൾ കേട്ടോ? ഇനി ഡിജിറ്റൽ സർവകലാശാലയിൽ പുതിയ കുട്ടികൾ പുറത്തിറങ്ങി, പഠിച്ച കുട്ടികൾ 63 പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് AIക്കകത്ത് പുതിയ നിയമനം കിട്ടിയിരിക്കുന്നു മുഴുവൻ പേർക്കും. ഒരാഴ്ച മുമ്പത്തെ വാർത്തയാണ്. കേരളത്തിലെ സർവകലാശാലകൾ മാറുകയാണ് കേട്ടോ. ആ മാറുന്ന സർവകലാശാലകൾ ഇന്ത്യ രാജ്യത്ത് മുമ്പിൽ തന്നെ വരികയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല കേരളത്തിലാണ്. അവിടെയാണ് കുളവാക്കാൻ വന്നിരിക്കുന്നത് ഷിസ തോമസുമായിട്ട്. അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഞാൻ മുസ്ലിം ലീഗിൻ്റെ പ്രകൃതി പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അടുക്കള ചെന്ന് ഞങ്ങളുടെ ഒരാളെ സെനറ്റ് വെക്കണമെന്ന് എഴുതി കൊടുത്ത് മുസ്ലിം ലീഗല്ലേ? MSNന്റെ പ്രകൃതിയും ലീഗിൻ്റെ പ്രകൃതിയും കോൺഗ്രസിൻ്റെ പ്രകൃതിയും എങ്ങനെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ലിസ്റ്റിൽ കാലിക്കറ്റ് സർവകലാശാലയിലും കേരള സർവകലാശാലയിലും പ്രതിനിധികളായിട്ട് കയറുന്നത്? അങ്ങനെ നിങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ചെലവിൽ നിയമനം നേടിയിട്ട് വേണം, നോമിനേഷൻ കിട്ടിയിട്ട് വേണം നിങ്ങൾ കാവിക്കെതിരായിട്ട് സമരം നടത്താൻ. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് 2018 മോദി കൊണ്ടുവന്ന ആ UGCയുടെ നിയമം നടപ്പാക്കി കൊടുക്കണം. നിയമത്തിൽ എന്താ പറയണമെന്നറിയാമോ? UGCയുടെ ഒരു പ്രതിനിധി ഇങ്ങോട്ട് വരും, എന്നിട്ടോ ആ നിയമപ്രകാരം കേരളത്തിലെ BC-മാരെല്ലാം നിയമിച്ചോണം. അപ്പോൾ ചാൻസലർ അദ്ദേഹം RSSകാരനാണ്, അദ്ദേഹത്തിൻ്റെ നോമിനിയെ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് തരും. 2 പേരെ കിട്ടിയ പിന്നെ സിൻഡിക്കേറ്റ് പ്രതിനിധിക്ക് വോയിസ് ഇല്ല. എല്ലാ RSSൻ്റെ സർവകലാശാല BC-മാർ സൗകര്യപ്പെടില്ല എന്ന് കേരളം പറഞ്ഞു. 2018 UGC നിയമ ഭേദഗതി സർവകലാശാലകൾക്ക് മേലെ അടിച്ചേൽപ്പിക്കാനുള്ള നടപടിക്കെതിരായ യുദ്ധമാണ് കേരളം നടത്തുന്നത്. ആ യുദ്ധത്തിൽ കേരളത്തിൽ LDF ജയിച്ച ദിവസമാണെന്ന്. ആ ജയിച്ച ദിവസം ഇതെല്ലാം വർത്തമാനം പറയുക. എന്നിട്ട് എന്താ പറയുക? അയ്യോ, രാജേഷിൻ്റെ ഭാര്യയ്ക്ക് നിയമനം കിട്ടാനാണ്. നിങ്ങൾ ഏത് കോളേജിലാണ് പഠിച്ചത്? രാജേഷിൻ്റെ ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ കേസ് എന്തായി? ഹൈക്കോടതിയിലെ വിധി എന്തായി? നിങ്ങൾ വായിച്ചിട്ടില്ലേ? നിങ്ങൾ കുറേ ആളുകൾ ഒരു ചർച്ച വന്നിട്ട് ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെ അപമാനിക്കുക, കുടുംബാംഗങ്ങളെ അപമാനിക്കുക, ആക്രമിക്കുക, യഥാർത്ഥ പക്ഷത്ത് നിന്ന് വഴിതിരിച്ച് വിടുക. 2018 UGC ഭേദഗതിയിൽ സർവകലാശാല BC നിയമനത്തിൽ UGC പ്രതിനിധി മാത്രമല്ല വന്നിരിക്കുന്നത്. സെർച്ച് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ആ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ അതിൽ ചാൻസലറുടെ നോമിനി എന്ന് പറയുന്ന RSSകാരൻ വരും. സമയം തരാം അങ്ങോട്ട്. RSSകാരൻ വരും. അത് വരാതിരിക്കാൻ ഞങ്ങൾ പറയണത് എന്താണ്? ഒരു ചാൻസലർക്കും അല്ലെങ്കിൽ ഗവർണർക്കും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആളെ വെക്കാൻ പറ്റത്തില്ല സെർച്ച് കമ്മിറ്റിയിലേക്ക്. സർക്കാർ വഴി വേണം. നിങ്ങൾ പറയുന്നത് സർക്കാർ വഴി വേണ്ട, RSSകാരനെ വെച്ചോട്ടെ. ഇപ്പോൾ കോൺഗ്രസ് എന്താ പറയണത്? RSSകാരെ വെക്കണം. കോൺഗ്രസ് എന്താ പറയണത്? ലീഗ് എന്താ പറയണത്? UGC RSSനെ വെക്കും, ചാൻസലർ RSSകാരനെ വെക്കും, സിൻഡിക്കേറ്റുകാരെ ഏതെങ്കിലും ഒരാൾ ചുവപ്പിൻ്റെ പകുതിയെ വെച്ചോളൂല്ലോ. അപ്പോൾ കാവ് വരട്ടെ, ഞങ്ങളുടെ ആളുകൾ സിൻഡിക്കേറ്റും സെറ്റിലും കയറിക്കോളാം നക്കാപ്പിച്ച് വാങ്ങിച്ചിട്ട് ഈ പണിയായിട്ട് നടക്കുന്ന മുസ്ലിം ലീഗാ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ? നിങ്ങൾ ആ കൊടി അലക്കാൻ കൊടുക്ക്, എന്നിട്ട് അത് കാവ്യാവോ നോക്ക്. അല്ല, ഭാരതാമ്മയുടെ കൊടി നിങ്ങൾ നാണം കെട്ട നിലയ്ക്ക് ഇവിടെ വർത്താനം പറഞ്ഞത്. കേരള സർവകലാശാലയിലെ ഞാൻ ചോദിച്ച ചോദ്യം മോഹൻ കുന്നുമേലാണോ രജിസ്ട്രാറാണോ? ഞാൻ ചോദിച്ചത് മോഹൻ കുന്നുമേലാണോ രജിസ്ട്രാറാണോ? നിങ്ങൾക്ക് 2 എണ്ണം ഇല്ല. മോഹൻ കുന്നുമേലും രജിസ്ട്രാറും അനുവാദം കൊടുത്തിട്ടില്ല. മോഹൻ കുന്നുമേൽ അനുവാദം കൊടുത്തത്. അവിടെ ഭാരതാമ്മയുടെ ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീയുടെ ചിത്രമായിട്ട് വന്നത് ഗവർണർ കൊണ്ടിരുന്നത് മോഹൻ കുന്നുമേലിൻ്റെ ഉത്തരവിൻ്റെ മേലെയാണ്. അത് VCയുടെ ഉത്തരവാണ്. ആ ഉത്തരവ് നടപ്പാക്കാൻ രജിസ്ട്രാർ നിർബന്ധിതമായി. അപ്പം രജിസ്ട്രാർ വ്യവസ്ഥ വെച്ചു, ഇതുപോലുള്ള കൊസ്രാക്കൊള്ളി ഒപ്പിച്ചാൽ ഇവിടെ പറ്റത്തില്ല. അത് ഞാനിവിടെ പറഞ്ഞതാണല്ലോ. അപ്പം നിങ്ങൾ മോഹൻ കുന്നുമേലിനെതിരെ ഒരു വാക്ക് പറഞ്ഞോ? മുസ്ലിം ലീഗ് മോഹൻ കുന്നുമേലിനെതിരെ ഒരു വാക്ക് പറഞ്ഞോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നതിനാണ് മോഹൻ കുന്നുമേലിനെ പേടിക്കുന്നത്. അവരുടെ ഓചാരത്തിൽ നിങ്ങളുടെ സെനറ്റിൽ ആൾ കയറ്റിയിട്ടുണ്ട്. അവരുടെ ഓചാരത്തിൽ സെനറ്റിൽ ആളെ കയറ്റി MSF
ആ MSFകാരന് മിണ്ടാൻ അവകാശമില്ല. അതുകൊണ്ട് RSS MSF എല്ലാം ഒരുപോലെ അവിടെ. ഞങ്ങൾ കൃത്യമായിട്ട് പറയാം, കേരളത്തിലെ ഒരു സർവകലാശാലയും പിന്നില്ലല്ല ഇന്ത്യയിലെ സർവകലാശാലകളിൽ. പറയട്ടെ, നമ്മളൊരു 3 മിനിറ്റ് സമയം എക്സ്റ്റെൻഡ് ഇടവേളയ്ക്ക് ശേഷം Debate with Dr. Arun Kumar.